എടി എനിക്ക് ഭയങ്കര തലവേദന. നീ ഒരു ചായ ഉണ്ടാക്കണ്ടോ? ആ ശരി ഏട്ടാ. അയ്യോ. ഇതാ ചായ. എന്തു പറ്റിയെന്നേ? ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ടെന്ന് തോന്നുന്നു. അതേടി, ഈ കമ്പനിയിലെ ജോലി വലിയ ബുദ്ധിമുട്ട് തന്നെയാ. അവർ തരുന്ന ശമ്പളത്തെക്കാളും കൂടുതൽ ജോലി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എന്താ ചെയ്യുക, ഒന്നും മനസ്സിലാവുന്നില്ല. ഈ ജോലി അങ്ങ് ഉപേക്ഷിച്ചിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങാന്ന് വെച്ചാൽ അതിന് എൻ്റെ അടുത്ത് കാശുമില്ല. എന്താ ഇപ്പൊ ചെയ്യുക? അതെ, നിന്റെ ചേട്ടനടുത്ത് ബിസിനസ് ചെയ്യാനായിട്ട് കുറച്ച് കാശ് വെച്ച് നോക്കിയാലോ? ഒരു 6 മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാം. എന്താ ഏട്ടാ, എന്റെ ചേട്ടൻ എന്താ അതിനു മാത്രം പണക്കാരനാണോ? ചേട്ടൻ സമ്പാദിക്കുന്ന പകുതി പണം ചേട്ടത്തി ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി കലക്കും. ഇനി അഥവാ ഞാൻ ചോദിച്ചിട്ട് എന്റെ ചേട്ടൻ വല്ല പണവും തന്നാലോ? എന്റെ ചേട്ടത്തി ചേട്ടനെ ഡൈവേഴ്സ് ചെയ്ത് അവരെ വീട്ടിലേക്ക് പോകും. നീ എന്താ പറയുന്നേ? ഒരു പ്രാവശ്യം ചോദിച്ചു നോക്ക്. ഇല്ലെന്നേ, എന്റെ ചേട്ടനോട് കാശ് ചോദിക്കുന്നതിനേക്കാളും വെറുതെ ഇരിക്കുന്നതാ നല്ലത്. അദ്ദേഹത്തോട് കാശ് ചോദിച്ചാൽ നമുക്കാ നാണക്കേട്. ശരിയെന്നാ, അത് വിട്ടേക്ക്. നിന്റെ വീട്ടുകാരോട് ഇച്ചിരി കാശ് ചോദിച്ചു നോക്കാൻ പറയുമ്പോ നിന്റെ മോഹം അങ്ങനെ അങ്ങ് മാറുവാണല്ലോ. എന്താന്നേ, അവരോടൊക്കെ കാശ് ചോദിച്ച് ഞാൻ നാണം കെടണമെന്നാണോ പറയുന്നത്? എനിക്ക് പറ്റില്ല. ചേട്ടാ, ചേട്ടാ, ഇതാ പാല് കുടിക്കൂ. എന്തു പറ്റി? എപ്പോ നോക്കിയാലും ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്ന എന്താ? അങ്ങനെയൊന്നുമില്ല. എന്താ നിങ്ങളിങ്ങനെ വിഷമിക്കുന്നതെന്ന് എനിക്കറിയാം. ആ പണത്തിന്റെ കാര്യത്തെക്കുറിച്ച് ഓർത്തല്ലേ ഇങ്ങനെ വിഷമിക്കുന്നത്? അതെ. എന്താ ചേട്ടാ ഇത്? ചേട്ടന്റെ അച്ഛനോടൊന്ന് ചോദിക്കായിരുന്നില്ലേ? എന്റെ അച്ഛനടുത്തോ? അതേന്നേ, അച്ഛൻ കുറച്ചു പണം ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്മളോട് മുമ്പ് പറഞ്ഞിരുന്നില്ലേ? അതിന് ആ പണം അച്ഛനോട് ബാങ്കിൽ നിന്നും എടുത്തു തരാൻ പറഞ്ഞാ പോരെ? ആ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ടാണ് എന്റെ അച്ഛൻ ജീവിച്ചു പോകുന്നത് തന്നെ. അതൊന്നും തരില്ല. അതെന്താ തരില്ലാന്ന് പറഞ്ഞത്? ചോദിച്ചാ അച്ഛൻ തന്നിരിക്കും. സത്യാണോ? നിനക്കെന്നറിയാം? ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ തീർച്ചയായും തരും. നമ്മൾ എന്തൊക്കെ കുത്തിമറിഞ്ഞാലും എന്റെ അച്ഛൻ തരില്ല. നോക്ക് ചേട്ടാ, ഈ ആഴ്ച നിങ്ങൾ നാട്ടിലേക്കൊന്ന് പോയിട്ട് വാ. തിരിച്ചു വരുമ്പോ അച്ഛനെ കൂടെ കൂട്ടിക്കൊണ്ടുവാ. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് സമ്മതിപ്പിക്കാം. ശരി, നീ പറഞ്ഞ പോലെ ഞാൻ പോയിട്ടെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാം. നീ പറഞ്ഞ പോലെ നടന്നാൽ അത് നല്ലതായിരിക്കും. എന്താ അച്ഛാ, ബാഗ് വെയിറ്റ് ആണ്, ഞാൻ എടുക്കാൻ തന്നെ സമ്മതിക്കില്ലല്ലോ അല്ലേ? അതൊന്നും സാരമില്ലടോ. ഇതിനേക്കാളും വലിയ ഭാരം എടുത്തിട്ടുള്ളവരല്ലേ നമ്മള്. അച്ഛനോ ശക്തിമാനാ. കേറി വച്ച. ഗീത, ഗീത, ആരാ വന്നിരിക്കുന്നു നോക്കിയേ. വരൂ അച്ഛാ, സുഖം തന്നെയല്ലേ? എനിക്ക് സുഖ. നീ നന്നായിരിക്കുന്നോ മോളെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ, സുഖായിരിക്കുന്നു. എന്താ അച്ഛാ അത്? നിങ്ങൾ എത്ര കാലായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? ഞങ്ങൾ ഇവിടെയുള്ള കാര്യം തന്നെ അച്ഛൻ മറന്നെന്ന് തോന്നുന്നു. മാസത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നു പോയിക്കൂടെ? നാട്ടിൽ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് മോളെ. അതൊക്കെ തീർക്കാൻ തന്നെ എനിക്ക് സമയം പറ്റുന്നില്ല. പിന്നെ കൂടെ കൂടെ ഇവിടെ വന്നാ നിങ്ങൾ രണ്ടാൾക്കും അത് ബുദ്ധിമുട്ടാവില്ലേ? എന്താ അച്ഛാ ഇത്? ഞങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? അച്ഛനെ കൊണ്ട് എപ്പോഴും ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല. അച്ഛൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് സന്തോഷമുള്ള കാര്യമാണ്. എന്നാ ശരി അച്ഛാ, അച്ഛൻ പോയി ഫ്രഷപ്പ് ആയി വരൂ.
അച്ഛന് വേണ്ടി സ്പെഷ്യലായി ടിഫിൻ ഉണ്ടാക്കിയേക്കാം. ആട്ടെ മോളെ. അച്ഛൻ വാ, ഞാൻ റൂം കാണിച്ചു തരാം. ആ ആ. ആ അച്ഛാ, ആ. അച്ഛൻ പോയി പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വാ, നമുക്കെല്ലാം കഴിക്കാം. ആ ആയിക്കോട്ടെ. ഗീത, ആ എന്താ ചേട്ടാ? കഴിക്കാൻ റെഡിയായോ? ആ റെഡിയായി, ഇപ്പൊ കൊണ്ടുവരാം. അച്ഛാ, ആ പറ മോനെ. കഴിഞ്ഞില്ല അച്ഛാ, പെട്ടെന്ന് വാ. ദേ വരുന്നു. കഴിക്കാനുള്ള എടുത്തു വെച്ചു, വാ. ആ വരാ വരാ. ആ ആ മതി മോളെ മതി. ആ മതി. കുറച്ച് ഒഴിക്കേ. ടിഫിൻ ഗംഭീരായിട്ടുണ്ട്. വളരെ നന്ദി അച്ഛാ. ശരി, എനിക്ക് ഓഫീസിൽ പോകാൻ സമയം, ഞാൻ പോയിട്ട് ആ വരാം. ശരി. ചേട്ടാ, ഉച്ചയ്ക്ക് ഭക്ഷണം എന്താ ഉണ്ടാക്കേണ്ടത്? ഞാനിന്ന് ഓഫീസിൽ നിന്ന് കഴിച്ചോളാം. അച്ഛന്റെ ഇഷ്ടം എന്താണോ അത് ഉണ്ടാക്കി കൊടുക്കേ. അതെ, എന്താ ചേട്ടാ ഇത്? അച്ഛൻ നാട്ടിൽ നിന്ന് വന്നിരിക്കല്ലേ, ഒരു ദിവസമെങ്കിലും ചേട്ടൻ അച്ഛന്റെ ഒപ്പം ഇരുന്നൂടെ? ഇന്ന് ലീവ് എടുക്കുന്നേ. മട്ടൻ കറി അച്ഛന് വളരെ ഇഷ്ടമാണ്. പെട്ടെന്ന് പോയി 1 കിലോ മട്ടൻ വാങ്ങിക്കൊണ്ടുവാ. അതൊന്നും വേണ്ട മോളെ. അവൻ ഓഫീസിൽ പോകാൻ വിട്. എനിക്ക് വേണ്ടി അവനിനി ലീവ് ഒന്നും എടുക്കണ്ട. അതെ ഗീത, എനിക്കിന്ന് ഓഫീസിൽ ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. അങ്ങനെയാണോ? എന്നാ ശരി, ചേട്ടൻ ഓഫീസിൽ പോയിക്കോളൂ. അച്ഛന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഇന്നുണ്ടാക്കിയേക്കാം. ഓക്കെ, എന്നാൽ ഞാൻ ഓഫീസിലേക്ക് പോകണേ. അച്ഛന്റെ കാര്യങ്ങളെല്ലാം നീ ശ്രദ്ധിച്ചോണം. എന്താ ചേട്ടാ ഇത്? അച്ഛനെ നന്നായി നോക്കണമെന്ന് ചേട്ടൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? അതൊക്കെ എനിക്കറിയാം, ഞാൻ നോക്കിക്കോളാം. ശരി, ഞാൻ ഓൺലൈനിൽ നിനക്ക് മട്ടൺ ഓർഡർ ചെയ്ത് തരാം. ഉം. ഞാൻ ഓൺലൈനിൽ 1 കിലോ മട്ടൺ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഉം. ഒരു 10 മിനിറ്റുള്ളിൽ വരും. അതുപോലെ ശരി ചേട്ടാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഉം. ശരി അച്ഛാ. ആ ആ അച്ഛാ, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ? അതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല മോളെ. അച്ഛാ, ഉം. ഇപ്പൊ അച്ഛന്റെ ആരോഗ്യത്തിന് ആ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. നേരത്തിന് മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ആ അതൊക്കെ കഴിക്കുന്നുണ്ട് ശരിക്കും. ആ പിന്നെ മരുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉവ്വ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛാ, ഞാൻ ഓഫീസിൽ പോയിട്ടേ. ശരി, സൂക്ഷിച്ച് പോയിട്ട് വാ മോനെ. ആ ശരി അച്ഛാ. ഉം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഡോർ ലോക്ക് ചെയ്തൊക്കെ. ഉം. ഓക്കെ, ബൈ. ബൈ. അച്ഛാ, ഉം. അച്ഛൻ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോളൂ. ഭക്ഷണം റെഡിയായാൽ ഞാൻ അച്ഛനെ വന്ന് വിളിച്ചേക്കാം. ആ ആട്ടെ മോളെ. ഉം.
അച്ഛാ 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 എണീക്കച്ചാ. ആ എന്താ മോളെ? ഭക്ഷണം റെഡിയായി അച്ഛാ, വന്ന് കഴിക്കൂ. അതിൻ്റെ ഉള്ളിൽ തയ്യാറായോ? ആ അതെ അച്ഛാ, വരൂന്നേ. ശരി മോളെ, നീ പോയി എടുത്തു വെക്ക്, ഞാനിതാ വരാം. ആ, ആ. ആ മതി മോളെ, മതി. ആ. നിനക്കും എന്റെ കൂടെ ഇരുന്ന് ഉണ്ടൂടെ? ഞാൻ പിന്നെ കഴിച്ചോളാം അച്ഛാ, ഇപ്പൊ അച്ഛൻ കഴിക്കേ. ശരി മോളെ. അച്ഛാ. എന്തേ മോളെ, നീ ഭക്ഷണം കഴിച്ചോ? ആ കഴിച്ചു അച്ഛാ. ശരി മോളെ, പിന്നെ ഞാൻ നാളെ നാട്ടിലേക്ക് പോകും. എന്തു പറ്റി അച്ഛാ? എന്താ പെട്ടെന്ന് തന്നെ പോണോന്ന്? ഇവിടെ ഞങ്ങളോടൊപ്പം താമസിച്ചൂടെ? അതുകൊണ്ടല്ല മോളെ, നാട്ടിലെ പാടത്ത് ഞാറ് നടേണ്ടതാ, ഞാൻ പോയേ മതിയാകൂ. ഈ വയസ്സാം കാലത്ത് എന്തിനാ ഇതൊക്കെ? ഇവിടെ താമസിച്ചൂടെ? മകന്റെ വീട് ഇവിടെ ഉള്ളപ്പോ എന്തിനാ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? അയ്യോ അതുകൊണ്ടല്ല മോളെ, ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് ബുദ്ധിമുട്ടാകും, അതുകൊണ്ടാ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അതൊരു ബുദ്ധിമുട്ടല്ല അച്ഛാ. അച്ഛനെ ഞങ്ങൾ നോക്കിക്കോളാം, മനസ്സിലായോ? ആ ശരി മോളെ, അവൻ വന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അച്ഛന് ക്ഷീണം ഉണ്ടെങ്കിൽ അച്ഛൻ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോളൂ. ശരി മോളെ. ഇത് നോക്കൂ അച്ഛാ, അച്ഛൻ എന്ത് വേണമെങ്കിലും മടിക്കാതെ ഞങ്ങളോട് ചോദിച്ചോളൂ. എന്താ മനസ്സിലായോ? അച്ഛൻ ചോദിക്കുന്നതൊക്കെ ചെയ്തു കൊടുക്കാനാ മകൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചാ മതി. ശരി മോളെ. എന്നാ ശരി അച്ഛാ, ക്ഷീണം കാണും, പോയി റെസ്റ്റ് എടുത്തോളൂ. ആ ശരി മോളെ. അച്ഛാ, ചായ കുടിക്കച്ചാ. ആ അച്ഛാ, ഉം. ടീ എങ്ങനെയുണ്ട്? ടീ വളരെ നന്നായിട്ടുണ്ട് മോളെ. ആ അതെയോ, വളരെ നന്ദി അച്ഛാ. അച്ഛാ, ഉം. എനിക്ക് അച്ഛനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ മോളെ, എന്താ വല്ലാതെ സംസാരിക്കുന്നത്? ചേട്ടന് ഇപ്പൊ ജോലി ചെയ്യുന്ന ഓഫീസില് വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. അവിടെ ഭയങ്കര പ്രഷറാണത്രേ. അങ്ങനെയോ? ആ അതെ അച്ഛാ, അതുകൊണ്ടാണ് അദ്ദേഹം സ്വയമായിട്ടെന്തെങ്കിലും ബിസിനസ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നത് അച്ഛാ. അച്ഛൻ ബാങ്കില് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇട്ട് വെച്ചിരിക്കുന്ന പണം തന്നിട്ടുണ്ടെങ്കില് അദ്ദേഹത്തിന്റെ ബിസിനസിന് അതൊരു വലിയ സഹായമായിരിക്കും അച്ഛാ. അച്ഛന് മാസം തോറും പലിശ തന്നേക്കാം. 6 മാസത്തിനുള്ളിൽ മുതല് ഞങ്ങൾ തിരിച്ചു തന്നേക്കാം. എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതിലുള്ള പലിശയും വെച്ചാ എന്റെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത്. അയ്യോ അച്ഛാ, എന്താ ഇങ്ങനെ പറയുന്നത്? അച്ഛന് വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തു തന്നോളാം. ഇനി അച്ഛൻ നാട്ടിൽ പോയി ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടണ്ട, ഇവിടെ ഞങ്ങളോടൊപ്പം താമസിച്ചോളൂന്നേ. അച്ഛൻ ഞങ്ങളോടൊപ്പാണെങ്കിൽ ബാങ്കിലെ ആ പണം വെറുതെ അല്ലേ അവിടെ കിടക്കുന്നത്? അതല്ല മോളെ, ഈ സിറ്റിയിലുള്ള ജീവിതമൊന്നും എന്നെ പോലുള്ളവർക്ക് സെറ്റാവില്ല. കുറച്ചുനാൾ ഞാനിവിടെ ഇരുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോയാ എനിക്ക് ഈ പലിശ പണം തന്നെ ഉപകാരപ്പെടുകയുള്ളൂ. ഒന്ന് മനസ്സിലാക്കച്ചാ, അച്ഛൻ ഞങ്ങളോടൊപ്പം ഇരിക്കെ, നാട്ടിലേക്കൊന്നും പോകണ്ടെന്നേ. അച്ഛനെ ഞങ്ങൾ രണ്ടുപേരും നന്നായി നോക്കിക്കോളാം. അച്ഛൻ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കതൊരു ധൈര്യമായിരിക്കും അച്ഛാ. ദയവ് ചെയ്ത് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ആ പണം എടുത്ത് തന്ന് അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ഒന്ന് സഹായിക്കുക അച്ഛാ. വെറും 6 മാസത്തിനുള്ളിൽ പലിശ സഹിതം ഞങ്ങൾ മുതല് തിരിച്ചു തന്നേക്കാം. ശരി മോളെ, ഞാൻ തരാം. വളരെ വളരെ നന്ദി അച്ഛാ. ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. സാരല്ലേ മോളെ. ഫിക്സഡ് ഡെപ്പോസിറ്റില് അച്ഛൻ എത്ര പണം ഇട്ടു വെച്ചിരിക്കുന്നത്? അത് ഏകദേശം ഒരു 10 ലക്ഷം ഉണ്ടാവും മോളെ. അങ്ങനെയാണോ? ശരി അച്ഛാ. അച്ഛനോട് നീ കാശ് ചോദിച്ചു നോക്കിയോ? എന്ത് പറഞ്ഞു? അദ്ദേഹം പണം തരാന്ന് പറഞ്ഞു. അങ്ങനെയാണോ? ഇനി അടുത്ത് എന്താ ചെയ്യുക? നിങ്ങളുടെ
നിങ്ങളുടെ അച്ഛനെ നിങ്ങൾ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇട്ട് വെച്ചിരിക്കുന്ന പണം മുഴുവൻ വിത്ഡ്രോ ചെയ്ത് ഒരു കാറും പിടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നേക്ക്. അതൊക്കെ പോട്ടെ, അച്ഛനോട് താമസിക്കുന്നതുകൊണ്ട് നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇത് നോക്കെന്നേ, അദ്ദേഹത്തിനെ കൊണ്ട് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ആദ്യം പോയി പണം കൊണ്ടുവരാനുള്ള വഴി നോക്ക്. ശരി ശരി. ആ, നിങ്ങൾ എത്തിയോ? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു കുഴപ്പമില്ല. ശരി, അച്ഛന് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവാ. ആ ശരി എന്നാ. ഇതാ അച്ഛാ. പണമൊക്കെ ഭദ്രായി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? ആ, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അച്ഛാ, കാശ് എന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അതൊന്നും സാരമില്ലടാ. എടി, അച്ഛൻ കുറച്ച് നാളായിട്ട് അച്ഛൻ്റെ കാശ് വെച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ തന്ന ആ കാശ് ഞാൻ ട്രേഡിങ്ങിലായിട്ടത്. മൊത്തം കാശും ലോസായി. ഇപ്പൊ എങ്ങനെയാണ് അച്ഛൻ തന്ന ആ കാശ് തിരിച്ചു കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ ചേട്ടാ ഇത്? എന്താ ഈ പറയുന്നത്? മുഴുവൻ പണവും ട്രേഡിംഗിൽ ലോസായെന്നോ? അതെ, എന്റെ ഫ്രണ്ടിനെ വിശ്വസിച്ചാ ട്രേഡിങ്ങിലിട്ടത്. അതിൽ നിന്ന് ഒരു കാശ് പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. അയ്യോ, അച്ഛനോട് ഞാൻ 6 മാസം കൊണ്ട് മുഴുവൻ പൈസയും തിരിച്ചു തരാന്നാ പറഞ്ഞത്. അതെടി, പക്ഷെ ഇപ്പൊ എന്താ ചെയ്യുക? കാശ് മൊത്തം ട്രേഡിങ്ങിൽ ലോസായി പോയില്ലേ. അതുകൊണ്ട് അച്ഛനോട് ഇപ്പൊ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഈ കാര്യത്തിൽ നീ തന്നെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അച്ഛനോട് ഞാനിപ്പോ ഉള്ള സത്യം പറഞ്ഞാലും അച്ഛനത് വിശ്വസിക്കാൻ തോന്നുന്നില്ല. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? അച്ഛനോട് ഞാൻ കരഞ്ഞ് കാല് പിടിച്ച് ഇത്രയും പണം വാങ്ങി തന്നപ്പോ ട്രേഡിംഗ് ചെയ്യാന്നും പറഞ്ഞ് മുഴുവൻ പണവും നശിപ്പിച്ച് ഇപ്പൊ വന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളെ വിശ്വസിച്ചതാണ് എന്റെ തെറ്റ്. ശരി, ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. അതെങ്കിലും നിങ്ങൾ ഞാൻ പറയുന്ന പോലെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛൻ കാരണം നമുക്ക് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. അതെന്താ ഐഡിയ അടി? അയ്യോ, എവിടെയാ വെച്ചെന്ന് ഓർമ്മയില്ലല്ലോ. അയ്യോ, അതിപ്പോ അവിടെ ഉണ്ടാവും. എവിടെയും കാണുന്നില്ലല്ലോ ഈശ്വര. ഇത് ഇനിയിപ്പോ എവിടെ പോയി നോക്കാനാ? അയ്യോ, അത് പോയെന്നാ തോന്നുന്നു. അച്ഛാ, ആ പറ മോളെ. എന്റെ ചെയിൻ അച്ഛൻ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഞാൻ കണ്ടില്ലല്ലോ. അങ്ങനെയാണോ? എന്താ പറ്റി? എന്റെ ചെയിൻ എവിടെയാ പോയതെന്ന് അറിയില്ല അച്ഛാ. ഇവിടെ എവിടെയോ ഹാളിൽ വെച്ച പോലെ എനിക്ക് ഓർമ്മ ഉള്ളത്. പക്ഷേ അത് എത്ര തെരഞ്ഞിട്ടും കിട്ടുന്നില്ലെന്നേ. അയ്യോ, എല്ലാവിടെ ഒന്ന് തപ്പി നോക്ക് മോളെ. എല്ലാ സ്ഥലത്തും ഞാൻ അന്വേഷിച്ചെന്നേ, പക്ഷെ അത് എവിടെയില്ല. ഒരുപക്ഷെ അച്ഛനെങ്ങാനും അത് എടുത്തിരുന്നെങ്കിൽ തിരിച്ചു തന്നേക്ക് അച്ഛാ. എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ നിന്റെ ചെയിൻ എടുത്തു നിന്ന് സംശയിക്കുകയാണോ? നീ പറയുന്ന പോലെ ഞാൻ ഒരു ചെയിനും കണ്ടില്ലല്ലോ ഇവിടെ. അച്ഛാ, തെറ്റിദ്ധരിക്കല്ലേ.
ഈ വീട്ടില് അച്ഛനും ഞാനും അല്ലാതെ വേറെ ആരുമില്ല. കുറച്ചു സമയത്തിന് മുമ്പ് ഇവിടെ എവിടെയാണ് ഞാൻ ചെയിൻ ഊരി വെച്ചത്. ഇപ്പൊ ആ ചെയിന് കാണാനില്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് അച്ഛനാണെങ്കിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവില്ലേ? ഒരു പക്ഷെ അത് എടുത്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് തരൂ അച്ഛാ. അയ്യോ എന്താ ഈ പറയുന്നത്? ഞാൻ എന്തിനു ഇതൊക്കെ എടുക്കണം? എന്താ അച്ഛാ, എന്തിനാ ഇങ്ങനെ നുണ പറയുന്നത്? ദയവ് ചെയ്ത് കളിപ്പിക്കാതെ അതിങ്ങ് താ അച്ഛാ. അയ്യോ ഞാൻ എടുത്തിട്ടില്ല, എന്നെ വിശ്വസിക്കേ. ഛേ, വരൂന്നേ. അതെ ചേട്ടാ, എന്റെ ചെയിന് കാണാതെ പോയി. എന്താ പറഞ്ഞേ? രാവിലെ ഞാൻ ഹാളിലാ ചെയിൻ ഊരി വെച്ചത്. കുളി കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കിയപ്പോ ചെയിന് കാണാനില്ല. എനിക്ക് തോന്നുന്നത് അത് നിങ്ങളുടെ അച്ഛനായിരിക്കും എടുത്തതെന്നാണ്. എന്നാ ഞാൻ ചോദിച്ചപ്പോ അച്ഛൻ എടുത്തിട്ടില്ലെന്നാ പറയുന്നത്. ശരി, നീ എന്നിടുവാ. അച്ഛൻ ഗീതയുടെ ചെയിൻ എടുത്തായിരുന്നു. എടുത്തിട്ടുണ്ടെങ്കിൽ അതും കൊടുത്തേക്കച്ച. എന്താടാ ഇത്? ഞാൻ എന്തിനാടാ അത് എടുക്കണം? അല്ല അച്ഛനൊന്ന് ആലോചിച്ചോക്കെ. ഈ വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചെയിൻ വേറെ എവിടെ പോകാനാ? അതുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും. ഇത്രയും തപ്പിയിട്ട് അത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എടുത്തിരിക്കുന്നത് അച്ഛനായിരിക്കും. എന്നെ വിശ്വസിക്കടാ, ഞാൻ എന്തിനെടുക്കണം? ശരി, അച്ഛന്റെ ബാഗ് എവിടെ ഇരിക്കുന്നത്? ചേട്ടാ ദാ ഇവിടെയുണ്ട്. ഇത് കണ്ടില്ലേ ചേട്ടാ, നിങ്ങളുടെ അച്ഛൻ ചെയിൻ എടുത്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കാണ്. അച്ഛാ, ഇതെങ്ങനെ അച്ഛന്റെ ബാഗിലെത്തിയത്? അയ്യോ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? എനിക്ക് ഒന്നും അറിയുന്നില്ല. നിന്റെ ചെയിൻ എങ്ങനെ എന്റെ ബാഗിൽ വന്നു എനിക്ക് അറിയില്ല മോളെ. വെറുതെ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ല അച്ഛാ. അച്ഛൻ അറിയാതെ അച്ഛന്റെ ബാഗിനകത്ത് എങ്ങനെ എന്റെ ചെയിൻ വന്നത്? അയ്യോ, എന്റെ ബാഗിൽ ഈ ചെയിൻ എങ്ങനെ വന്നെന്ന് എനിക്ക് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. സ്വന്തം മകന്റെ വീട്ടിൽ തന്നെ മോഷ്ടിക്കുന്നു. ഇനി ഒരു ദിവസം പോലും നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. ആദ്യം ഇവിടുന്ന് പോകാൻ നോക്ക്. അയ്യോ, ഇങ്ങനെ പറഞ്ഞ ഞാൻ എവിടെ പോകാനാ മോളെ? അവസാനം വരെ നിങ്ങളുടെ കൂടെ ഇരിക്കാനും പറഞ്ഞ് വിളിച്ചിട്ട് പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞാൽ ഞാൻ എവിടെ പോകുന്നു പറ. നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാ, പക്ഷെ ഈ വീട്ടിൽ നിങ്ങൾ താമസിക്കണ്ട. നിങ്ങൾക്ക് വേറൊരു മകനും കൂടെ ഇല്ലേ, അങ്ങോട്ട് വെക്കോ. നിങ്ങളെ പോലുള്ള കള്ളന്മാരെ വീട്ടിൽ താമസിച്ചാ ഞങ്ങളുടെ സമാധാനം പോവുക. ആദ്യം പോവാ നോക്ക്. ചേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ പ്ലാൻ വർക്കൗട്ട് ആവുന്ന. അതെടി, നീ ഇക്കാര്യം പറഞ്ഞപ്പോ ഇതെങ്ങനെ വർക്കൗട്ട് ആകാതെ പോകുമോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ നീ എങ്ങനെയാണോ പ്ലാൻ ചെയ്തത് അതേപോലെ തന്നെ നടന്നു.